സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. ബൈബിൾ തീം പാർക്കിലെ കൂറ്റൻ ബൈബിൾ ആവിഷ്കാരം വിശ്വാസികൾക്കായി സമർപ്പിച്ചു. തിരുവനന്തപുരം വെമ്പായത്ത് ഒരുക്കിയിരിക്കുന്ന മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് ഇന്നലെ കൂറ്റൻ ബൈബിൾ ആവിഷ്കാരം വിശ്വാസികൾക്കായി സമർപ്പിച്ചു. മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസോലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവയാണ് ബൈബിൾ തീം പാർക്കിലെ കൂറ്റൻ ബൈബിൾ ആവിഷ്കാരം വിശ്വാസികൾക്കായി സമർപ്പിച്ചത്. ബൈബിൾ തീം പാർക്കിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന ചാപ്പലിൽ നടന്ന പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് മാർ ബസോലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇതോടൊപ്പം വിശ്വപ്രസിദ്ധമായ ഹിൽ ഓഫ് ക്രോസിന്റെ തനി ആവിഷ്കാരവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഗ്വാഡാലപ്പയിലെ പ്രത്യക്ഷതയുടെ പുണ്യസങ്കേതവും സമർപ്പിച്ചു. ദൈവത്തെ അറിയുന്നതിനുള്ള ഉത്തമമായ ഒരു സങ്കേതമാണ് വെമ്പായം പെരുങ്കൂറിൽ ഒരുക്കിയിരിക്കുന്ന മ്യൂസിയം. ബൈബിളിനെ കുറിച്ച് അധികം അറിയാത്തവർക്ക് പോലും ബൈബിളിലെ സംഭവങ്ങളെക്കുറിച്ച് ആത്മീയ കാഴ്ച പകരുന്ന ആകർഷകമായ രീതിയിലാണ് ബൈബിൾ തീം പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങുകളിൽ മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്ക് സ്ഥാപകൻ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ്, ഭാര്യ രാജീവ് വർഗീസ്, മകൻ മാത്യു വർഗീസ് ജൂനിയർ, റെജി മേരി ജെബു, സിഞ്ചു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ദൈവത്തിന്റെ മഹത്വവും മഹാത്മ്യവും വിളംബരം ചെയ്യാനായി പരിശുദ്ധ ബൈബിളിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ആവിഷ്കാരമാണ് മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്കിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് അതിന്റെ സ്ഥാപകനായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് പറഞ്ഞു. ക്രൈസ്തവ ലോക ചരിത്രത്തിലെ അതിപ്രധാനമായ 3 ആവിഷ്കാരങ്ങൾ പുതിയതായി മ്യൂസിയം ഓഫ് ദ വേൾഡ് ഇന്റർനാഷണൽ ബൈബിൾ തീം പാർക്കിൽ ഒരുക്കാൻ ദൈവം അനുഗ്രഹം നൽകിയതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ ബൈബിൾ മ്യൂസിയമാണ് തിരുവനന്തപുരം വെമ്പായത്ത് സ്ഥിതി ചെയ്യുന്നത്. അച്ചടിയന്ത്രം കണ്ടുപിടിച്ചതിനു ശേഷം അച്ചടിച്ച ആദ്യകാല ബൈബിളുകൾ, 400 വർഷം പഴക്കമുള്ള ഗ്രീക്ക് ബൈബിൾ, അന്താരാഷ്ട്ര ബൈബിൾ ഷോക്കേസ്, 5 ത്രോണസുകളും 9 വിശുദ്ധന്മാരുടെയും 3 വിശുദ്ധകളുടെയും തിരുശേഷിപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്ന പാരഡൈസ് ഓഫ് ഹോളിനസ് ദേവാലയം, ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വിളംബരം ചെയ്യുന്ന വിശ്വപ്രശസ്ത ചിത്രകാരന്മാരുടെ ആവിഷ്കാരങ്ങൾ, പ്രവാചക വീതി, സമാഗമ കൂടാരം, യേശുക്രിസ്തു ജനിച്ച സ്ഥലം, നിയമപെട്ടകം, കാൽവരി മൗണ്ട്, യേശുക്രിസ്തുവിന്റെ കബറിടം തുടങ്ങിയവയുടെയെല്ലാം പുനരാവിഷ്കാരങ്ങളാണ് മ്യൂസിയം ഓഫ് ദ വേൾഡ് ബൈബിൾ തീം പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത്. 2018 ആണ് ബൈബിൾ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.